എംബ്രേസിങ് എംപതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ ഫുൾ ആക്ടിവിറ്റീസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു യൂണിറ്റിലെ ചാപ്റ്ററിന്റെ പേര് വേറൊന്നുമില്ല, ദി യെല്ലോ അംബ്രല്ല എന്നാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ദി യെല്ലോ അംബ്രല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര സ്പെഷ്യൽനെസ് കൊടുക്കുന്ന ഒരു കാര്യമില്ല എന്ന് നിങ്ങൾ വിചാരിക്കും. ബട്ട് ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും മെയിൻ ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ക്യാരക്ടറാണ് ജോസഫ് എന്ന് പറയുന്നത്. ഈ ഒരു ജോസഫിന്റെ എന്താ പറയുക, ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു യെല്ലോ അംബ്രല്ല. അതിന് മെയിൻ റീസൺ ഈസ് ഒരു ഓർഫനേജ്. അതായത് ഞാൻ ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ, വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ജോസഫിന്റെ അച്ഛൻ അവന് ഒരു എന്താ പറയുക റെഫ്യൂജിനസ് നടന്നപ്പോൾ ഒരു ഓർഫനേജിൽ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓർഫനേജിൽ കൊണ്ടാക്കുന്ന സമയത്ത് ഇവന്റെ ഒരു എന്താ പറയുക ലൈഫിൽ ഈ ഒരു ഫാദർ എന്ന് പറഞ്ഞ് ഓർക്കാൻ വേണ്ടിയിട്ട് ആ ഒരു യെല്ലോ അംബ്രല്ലേ ഉള്ളൂ. കാരണം അവന്റെ അച്ഛൻ ലാസ്റ്റ് ടൈം യൂസ് ചെയ്തൊരു അവനെ കൊണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര റെയിനി ഡേ ആയിരുന്നു. അന്ന് ഇവനെ കൂട്ടിയിട്ട് ഇവന്റെ അച്ഛൻ ഒരു യെല്ലോ അംബ്രല്ല എടുത്തിട്ടാണ് ഈ ഒരു ഓർഫനേജിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി വരുന്നത്. അങ്ങനെ കൊണ്ടാക്കിയപ്പോൾ അവന്റെ അച്ഛൻ എന്ന് പറഞ്ഞ് ആലോചിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇമേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു മെമ്മറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ആക്ടിവിറ്റി 2ലേക്ക് പോവാം. ആക്ടിവിറ്റി 1 ഞാനിവിടെ ചെയ്യില്ല, കാരണം അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെയാണ് കുറച്ച് ഡൗട്ടിന് കാര്യമുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ആക്ടിവിറ്റി 2ല് here is a letter Joseph wrote to his father, but only the initial part is given. Try to complete. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ ഒരു ഇൻറ്റീരിയൽ പാർട്ട് മാത്രമേ ഈ ഒരു ലെറ്ററിൻ്റെതായിട്ട് തന്നിട്ടുള്ളൂ. അപ്പൊ ബാക്കി നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ തന്നിട്ടുണ്ടത് നോക്കാം. ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ടല്ലോ, ബിഗ് ബോക്സ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊന്ന് പാരഗ്രാഫ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് മേഴ്സി ഹോം XYZ ഹോം, ഡേറ്റ് എഴുതാം, ഡേറ്റ് എനിക്ക് ഇഷ്ടമുള്ള എഴുതാം. ഡേറ്റ് ഇനിയിപ്പോൾ 1900 എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് നോക്കാം. ഡിയർ ഡാഡ്, hope you find wherever you are it's been a long time since we were together. I miss you a lot, lad. I remember a rainy day when you walked under a big yellow umbrella. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തത് ഫില്ല് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഫില്ല് ചെയ്യാം. ടുഡേ ഐ ഗോട്ട് an yellow umbrella as a gift which made me remember you and our family once again. I really miss our good old days. I hope you can come back and take me with you. Together we can build a beautiful family again and live happily forever. അപ്പോൾ നമ്മുടെ ലെറ്റർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് എന്ത് എഴുതാം നമ്മൾ? ലാസ്റ്റ് നമുക്ക് ഇവിടെ എഴുതാം ലവ് എന്ന് എഴുതാം. ലവ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ലെറ്ററിൽ. പിന്നെ അതിൻ്റെ താഴെ ആരാണോ ഈ ഒരു ലെറ്റർ എഴുതി അവരുടെ പേര് എഴുതുക, ജോസഫ് എന്ന് എഴുതുക. കുറേ പേര് അവരുടെ എഴുതിയ ആളുടെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളാണല്ലോ റൈറ്റ് ചെയ്യുന്നത്, അപ്പോൾ നമ്മുടെ പേര് എഴുതുക. അങ്ങനെയാണ് ജോസഫിൻ്റെ പേരാണ് എഴുതേണ്ടത്. പിന്നെ നമുക്ക് ആക്ടിവിറ്റി 3 നോക്കാം. Here is a conversation between Joseph and his friend general ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ നമുക്ക് ഇനി അതിൻ്റെ ആക്ടിവിറ്റി നോക്കാം. ആ ഒരു കോൺവെർസേഷൻ വായിച്ചിരുന്നാൽ നമുക്ക് ആക്ടിവിറ്റി ചെയ്യാൻ കഴിയുക. അപ്പോൾ നോക്കാം. റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ദി ഹാർഡ്ഷിപ്പ് ഫേസ്ഡ് ബൈ ചൈൽഡ് റെഫ്യൂജ്. ഓക്കെ, അപ്പോൾ ഈ ചൈൽഡ് റെഫ്യൂജിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിങ്സ് നമ്മൾ ആദ്യം എഴുതണം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇംഗ്ലീഷിൽ നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അവർ തന്നിട്ടുണ്ട് ലാക്ക് ഓഫ് ഷെൽട്ടർ ആൻഡ് ഹങ്കർ. പിന്നെ നമുക്ക് എഴുതേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോൺലിനെസ്, ഹെൽത്ത് ഇഷ്യൂസ്, പിന്നെ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, പിന്നെ എക്സ്പ്ലോയിറ്റേഷൻ, ലാക്ക് ഓഫ് കെയർ. അപ്പം ഇത്രയാണ് നമുക്ക് ഹിൻസ് ആയിട്ട് വരുന്നത്. പിന്നെ ഇത് പാരഗ്രാഫിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അധികം ആൾക്കാർ പാരഗ്രാഫിലൊന്നും എഴുതാറില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്നിവിടെ കാണിക്കാം. അപ്പം നിങ്ങൾക്ക് വേണ്ടവരാണെങ്കിൽ ഇതൊന്ന് ആ ഒരു പാരഗ്രാഫ് ആക്കി എഴുതുക, അല്ലെങ്കിൽ ഇപ്പോൾ കാണിച്ചു ഹിൻസ് പോലെയൊക്കെ എഴുതുക. ഓക്കെ, നമുക്കിനി അടുത്തത് അപ്പം ഇത് എഴുതാം. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നില്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇനി നമുക്ക് ആക്ടിവിറ്റി 4ലേക്ക് പോവാം. ആക്ടിവിറ്റി 4 ആണ് Here is a conversation between Hilarious sister and Joseph when they started distributing toys. Let's complete the conversation എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ 3 കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഹിലാരിയോന്റെ സിസ്റ്റർ, പിന്നെ ഇതാണ് ജോസഫിന്റെ കുട്ടി. അപ്പോൾ നമുക്ക് വായിക്കാം. ഹിലാരിയോസ് സിസ്റ്റർ, hello, what should I call you? Joseph, I'm Joseph. Hilarious sister, Joseph, why are you not playing with the other children? Don't you like toys? Okay, അപ്പോൾ ഇതിന്റെ ബാക്കി ഇത് നമുക്ക് എഴുതാം. Joseph, no, I don't want the toys. അപ്പോൾ ഹിലാരിയസ് സിസ്റ്റർ പറയുന്നത്,
What do you want as a gift? I will help you. Joseph, I want a yellow umbrella as a big one. Hilarious sister, yellow umbrella. Why? It's not raining here. Joseph, the only memory about my family is a yellow umbrella. You know, it was in a rainy day when my father left me here. He was holding a yellow umbrella. I still remember that image. My father walking away in the rain with a yellow umbrella. Hilarious sister, dear child, I am so sad to hear your story. I will give you a yellow umbrella. It's my promise. Okay, അപ്പോൾ ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കോൺവെർസേഷൻ ആണെങ്കിൽ ജോസഫ് പറയുന്ന ആ ഒരു ഇപ്പൊ നമ്മൾ എഴുതിയതിൽ അഞ്ചാമത്തേതാണ് ഈ ജോസഫ് പറയുന്ന ആ ഒരു ഇതാണ് ഇതിലേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതായത് അവരെ സ്റ്റോറി ഒന്ന് ഷോർട്ട് ആക്കി തന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആക്ടിവിറ്റി 5 നോക്കാം. പ്രിപ്പയർ സം സ്ലോഗൻസ് ആൻഡ് മെസ്സേജ് ഇൻ കണക്ഷൻ വിത്ത് വേൾഡ് റെഫ്യൂജി ഡേ. വേൾഡ് റെഫ്യൂജി ഡേനെ കുറിച്ച് ഒരു ആക്ടിവിറ്റി ആണ്. അതായത് മെസ്സേജും സ്ലോഗൻസും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാൻ പറയുന്നില്ല, ഇവിടെ ജസ്റ്റ് കാണിക്കാം. വേണ്ടവരൊക്കെ ഒന്ന് അവിടെ എന്താ പറയുക സ്റ്റോപ്പ് ചെയ്തിട്ട് ചെയ്യാം. നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. വിത്ത് ഹെൽപ്പ് ഓക്കെ, നമുക്ക് ഇവിടെ ഒരു പോസ്റ്റർ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഇതൊന്നും സിമ്പിൾ ആയിട്ടില്ല, ഇതൊന്നും വേണമെന്നൊന്നുമില്ല. ഇത് സിമ്പിൾ ആയിട്ട് ഒരു റെഫ്യൂജി ഡേ, അതായത് വേൾഡ് റെഫ്യൂജി ഡേ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, ഇതുപോലത്തെ ഇനിയും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.